তাহলে আমরা তেভাগা আন্দোলন করছি? হ্যাঁ 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 করছি করছি। প্রফুল্লদা একজন দেখা করতে আইছে। അമ്മേ আরে মজিদ ভাই, പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. আসলে এই সমস্ত বইগুলোতে জমিদাররা কি করে গরিবদেরকে শোষণ করে সেই সব লেখা আছে। സാഹിബ് പറഞ്ഞായിരുന്നു. ও তো এখানে আসতে কোনো অসুবিধা হয়নি তো? ഒരു യാത്രയും ഞാൻ ആഗ്രഹിച്ച് നടത്തുന്നതല്ല പ്രഭു, അതങ്ങനെ സംഭവിക്കുന്നു. যাই হোক, আজকে আপনি এখানে থাকবেন, আসুন। ആ, ആ. দেখুন, നിങ്ങൾ മലയാളത്തിൽ കഥ പറയൂ, എനിക്ക് മനസ്സിലാകും മജിദ് ഭായ്. ജീവിതം സ്വന്തം ഭാഷയിൽ പറയാനാകൂ പ്രഭു, എനിക്കും നിങ്ങൾക്കും. আপনি বলুন না মজিদ ভাই. എൻ്റെ ആദ്യ യാത്ര തുടങ്ങുന്നത് ഒരു രാത്രിയിലായിരുന്നു. പാപ്പയുടെ മനസ്സിൽ ദേഷ്യത്തിൻ്റെ തീ കോരിയിട്ട് ഒരു ദിവസം രാത്രി. കൊയ്ത്തുമേതിയും തുടങ്ങിയൊരു നൊയമ്പ് കാലം. ഒരു ദിവസം കാലത്തെ പാപ്പ പാടത്തേക്ക് പോകുമ്പോൾ പറഞ്ഞു, കൊയ്ത് മെതിച്ച് കറ്റ ഉണക്കാനിട്ടിരിക്കുന്നു, നെല്ല് വള്ളത്തിൽ കൊണ്ടുവരാനുണ്ട്, കൂടെ ആളില്ലെങ്കിൽ വഞ്ചിക്കാർ വാരി വിൽക്കും, നിനക്ക് നോമ്പില്ലല്ലോ, പള്ളിക്കൂടത്തിൽ നിന്ന് വന്ന ഉടനെ പാടത്തേക്ക് വരണം. വരാമെന്ന് ഞാൻ ഏറ്റു, പക്ഷേ മറന്നുപോയി. നേരം കുറെ ഇരുട്ടിയപ്പോൾ പാപ്പ വന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പാടത്ത് കൊയ്തിട്ടിരിക്കണം നെല്ല് കൊണ്ടുവരാൻ അങ്ങോട്ട് വന്നോന്ന്, എന്നിട്ട് നീ വന്നാ? ഞാൻ മറന്നുപോയി വാപ്പ. 3 നേരം തിന്നാൻ നീ മറന്നില്ലടാ ആ മുക്കിൽ പടുക്കൂസേ. അകത്തോട്ട് പൊടി. നീയാണ് ഈ പിള്ളേരെ പുന്നാരിച്ച് മുന്നാരിച്ച് ചീത്തക്കണം. പൊടി പൊടി, എല്ലാം പൊടി അകത്തു പൊടി. പറഞ്ഞൊക്കെ പോടാ. നീ രാജോക്കെ ചുറ്റി ലോകരൊക്കെ എങ്ങനെയാണ് ജീവിക്കണമെന്ന് പഠിച്ചിട്ട് വാ. പോകാനല്ലേടാ പോത്തെ പറഞ്ഞത്. നല്ലതാണെങ്കിൽ തന്നെ ഞാൻ അബൂ ബക്കർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അബൂ ജാഹിൽ എന്ന് വിളിക്കും. പോടാ ഓടാ പോ. അകത്ത് പൊടി, അകത്തോട്ട് പൊടി. ഉമ്മായി മക്കളും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഓടാ പോ. ലോകത്തിൻ്റെ അറ്റം വരെ ഓടിപ്പോകാൻ ശക്തമായിരുന്നു ആ ആട്ടൽ. മുന്നിലെ ഇരുട്ടിലേക്ക് തനിച്ചിറങ്ങുമ്പോൾ ഉള്ളിൽ വാശിയായിരുന്നു. പണമുണ്ടാക്കണം, പാപ്പയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം. പിന്നെ അലച്ചിൽ. നഗരങ്ങളും ഗ്രാമങ്ങളും പിന്നിട്ട് ഈ വിശാലമായ ലോകത്ത് ഞാൻ തനിച്ച്. നാളുകൾ കടന്നുപോയതറിഞ്ഞില്ല. ഒടുവിൽ ഒന്നും നേടാനാവാതെ വെറും കൈയോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ ഗ്രാമം എനിക്കായി ചില വിശേഷങ്ങൾ കരുതി വച്ചിരുന്നു. എടീ, അവനിപ്പോൾ എവിടെയായിരിക്കും? കൊല്ലം അത്രയായി, ഒരു എഴുത്തുമില്ല, വിവരവും ഇല്ല. തിന്നാ കുടിച്ചാൽ നിൽക്കാൻ ആർക്കറിയാം. നിങ്ങൾ വിഷമിക്കണ്ട. ദുനിയാൽ എവിടെ പോയാലും എൻ്റെ മകൻ വരും, വരുന്ന എൻ്റെ മനസ്സ് പറയണത്. പിന്നെ ഞാൻ രാത്രി ഞാൻ അവനെ കിനാവുകയുണ്ട്. അക്കരെ കടവിന്ന് എൻ്റെ മകൻ എന്നെ വിളിക്കണ പോലെ. ലോകം കണ്ട് ലോകരെയൊക്കെ കണ്ട് അവൻ വരട്ടെ. എടേ, അവൻ വാശിയുള്ളവനാണ്. അവന് കിട്ടിയിരിക്കണതേ നിന്റെ വാശിയല്ല, എൻ്റെ വാശിയാ. മനസ്സിലായ? ഇല്ല. ഈ വന്നിരിക്കണത് ആരാണെന്ന് നോക്കിയേ. ഇതെവിടെ ഇരുന്നടാ മജീദേ? അക്കരെ വെച്ച് പിന്നായമ്പര ആളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. സംഗതി അറിഞ്ഞ നമ്മുടെ മജീദ് വന്നിട്ടുണ്ട്. മൂസയ്ക്ക, ഇതൊന്ന് ചന്ത കൊടുത്തേര്. ഒന്ന് വന്ന് സഹായിക്ക്. ഇതാ കുഞ്ഞാളി. കാശൊന്നും വേണ്ട മജീദേ, പട്ടണവും നാട് ചുറ്റച്ചും വന്നേക്കണല്ലേ. വെറുതെ എന്തെങ്കിലും സന്തോഷത്തോടെ തന്നാ മതി. വേഗം ഇറക്ക്, അക്കരെ കടവിൽ എത്തേണ്ടതാ. തടിയിലല്ല കാര്യം, നടക്ക്. നമ്മുടെ നാടൊക്കെ മറന്ന മജീദേ. അങ്ങനെയൊന്നുമില്ല.
എന്തേ അറിഞ്ഞ? കണ്ടില്ലേ അവളെ മജീദ് വന്നേക്കണേ. ആ മജീദേ, വാപ്പ വേണ്ട വേണ്ട, നേരത്തൊക്കെ ചെളിയാ. എന്താ വാപ്പ ഇങ്ങനെയൊക്കെ? നടക്ക്. എങ്ങനെ ജീവിച്ച ബാപ്പയും മകനുമാ. എന്തെങ്കിലും കഴിച്ചാ മകനെ? എനിക്കും കരുതിയിട്ടുണ്ടോ അമ്മ? നീ വന്ന് ഇരി. ഉമ്മ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇന്ന് വരുമെന്ന്? കഞ്ഞിയും കൂട്ടാനും വെച്ച് എല്ലാ ദിവസവും ഉമ്മ ഇക്കാനെ കാത്തിരിക്കും. നാടിനു വേണ്ടി സമരം ചെയ്യണവരുടെ ഉമ്മമാരൊക്കെ ഇതുപോലെ ഉറക്കൊളച്ച് കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ ഉമ്മ? എൻ്റെ മകൻ ക്ഷീണിച്ചു പോയി. നിന്നെ എങ്ങനെ വളർത്തിയതാ ഉമ്മ? നിനക്ക് നിറം പോരാഞ്ഞിട്ട് പാലിനകത്ത് പൊന്നും വയമ്പും അരച്ച് ചേർത്ത് ഒത്തിരി നിന്നെ കുടിപ്പിച്ചിട്ടുണ്ട്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ? ഒക്കെ നിന്റെ വാപ്പാടെ കിബറുകൊണ്ട് പറ്റിയതാ. അവരൻ കടം മേടിച്ച് മേടിച്ച് പറ്റിച്ച്. പിന്നെ അവനെ നിന്റെ വാപ്പ മരക്കച്ചവടത്തിൽ പങ്കുകാരനാക്കി. നാട്ടിൽ പാലം വരാനുള്ള കരാറാന്നും പറഞ്ഞ് ഏതാണ്ടിലൊക്കെ ഒപ്പും. ഒരനുസരണയില്ല. ആ പാത്രം എടുത്തു വെക്കാൻ എത്ര വെട്ടമാണ് ഞാൻ പറയണത്. ഒരുപാട് ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ മകൻ, ബാക്കിയൊക്കെ പിന്നെ പറയാം. ഇനി എന്തെങ്കിലും മുണ്ടിപ്പോയാ പിന്നെ ഒച്ചയും ബഹളോ. നമ്മുടെ സൂറയുടെ നിക്കാഹ് കഴിഞ്ഞ രജബില് തെക്കൻ ഭാഗത്തുകാരൻ ഒരു ഇറച്ചിവെട്ടുകാരനാ കെട്ടിയത്. അവക്കൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. നിർബന്ധിച്ച് കെട്ടിച്ചതാ. വേറെ എന്താണ് ഒരു വഴി?